Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Para Arikod Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. ചേലക്കരയിൽ വലിയ പിന്തുണ ലഭിച്ചുവെന്ന് PV അൻവർ. പിണറായി സത്തിനെതിരെയുള്ള വോട്ടാണ് DMKക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ മാറ്റിയില്ലെങ്കിൽ 2026 തിരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാൾ ആവുമെന്നും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം പറഞ്ഞു. CPIM-ഉം BJP-യും കോൺഗ്രസും ഒഴികെ കേരളത്തിൽ എല്ലായിടത്തും മത്സരിച്ചാൽ ഒരു പാർട്ടിക്കും 3900 വോട്ട് ലഭിക്കില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CPI-ക്ക് പോലും ലഭിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയങ്കയ്ക്ക് നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങളിൽ നിന്നാണ് കൂടുതൽ വോട്ട് ലഭിക്കുക. DMKക്ക് സ്വാധീനമുള്ള ഇടങ്ങളാണിത്. DMK പാലക്കാട് നന്നായി പ്രവർത്തിച്ചു. ചേലക്കര 5000 വോട്ട് പിടിക്കാനായിരുന്നു ലക്ഷ്യമെന്നും അൻവർ വ്യക്തമാക്കി. നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞില്ലേ, നിങ്ങൾ ഉയർത്തിയ ആന്റി പിണറായിസം, ആന്റി ഫാസിസം, ഈ 2-3-4 വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു വർഷക്കാലത്തിനകത്ത് പാർട്ടി എത്രത്തോളം ശക്തിപ്പെടുത്താൻ സാധിക്കുമോ ആ ഒരു സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യം ആലോചിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ആന്റി നെക്സസ് പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പൊതുവായിട്ട് തീരുമാനമെടുത്തത്. 14 ജില്ലയിലും വളരെ സജീവമായിട്ടുണ്ട്. അതിന്റെ പ്രചോദനമാണല്ലോ ഈ 4000 വോട്ട് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്കറിയാം, LDF-ന് 98 MLA-മാര്, അതിൽ 10-21 മന്ത്രിമാര്, 10-20 8-10 MP-മാര്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 10-40 MLA-മാര്, 10-20 MP-മാര്. BJP-യെ സംബന്ധിച്ച് വലിയ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇവരെല്ലാം കൂടെ ചവിട്ടി മതിച്ച ഒരു ഇഞ്ച് നീങ്ങാൻ ഗ്യാപ്പില്ലാത്ത മണ്ഡലത്തിൽ നിന്നാണ് ഈ 3920 വോട്ട് വാങ്ങിയ എന്ന് പറഞ്ഞാൽ അത് ചെറിയ രാഷ്ട്രീയമല്ലല്ലോ. നിങ്ങൾ 2000 മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ കുറെ പാർട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ സിംഗിൾ ആയിട്ട് മത്സരിക്കുമ്പോൾ അറിയാം, 100 വോട്ട് കിട്ടാൻ ഒരു മണ്ഡലത്തിൽ കിട്ടാൻ ഗതിയില്ലാത്ത ഘടകകക്ഷികള് കോൺഗ്രസിന്റെ കൂടെയുണ്ട്, ഈ പറയുന്ന LDF-ലുണ്ട്. 100 വോട്ട് ഒരു മണ്ഡലത്തിൽ കിട്ടാത്തവരാണ് മഹാഭൂരിപക്ഷം. 500 വോട്ട് കേൾക്കാൻ കഴിയില്ല. അവിടെയാണ് ഒരു കൊട്ടൻ പാറപ്പുറത്ത് CPM-ന്റെ ഉഴുത്തുകോട്ടയിൽ 40,000 വോട്ട് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തില് ഈ രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചുവെങ്കിൽ അതൊരു ചെറിയ കാര്യമായിട്ടല്ല, വലിയ കാര്യമായിട്ട് തന്നെയാണ് കേരള ജനത കണക്കാക്കുന്നത്. നാളെ വരാൻ പോകുന്ന ഒരു അലയൻസിനനുസരിച്ച് നമ്മളെ രാഷ്ട്രീയം ചാഞ്ഞും ചെരിഞ്ഞും പറയാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയം അതിശക്തമായിട്ട് പറയുക തന്നെയാണ്. ഇനി ഞങ്ങൾ ഇടപെടാൻ പോകുന്നത് ഇവിടുത്തെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് സർഫാസി നിയമത്തിന്റെ ദുരുപയോഗം, മനുഷ്യരെ കൊള്ളയടിക്കാണ് ഇവിടുത്തെ സഹകരണ ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും. ലക്ഷക്കണക്കിന് ആളുകൾ ആത്മഹത്യയുടെ പിന്നിലാണ്. ആ ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങളെ കൂട്ടി ഞങ്ങൾ എതിർക്കപ്പെടും. മലയോര മേഖലയിലെ വന്യമൃഗശല്യം, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനെ ഞങ്ങൾ ജനങ്ങളെ കൂട്ടി നേരിട്ടുകൊണ്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഇടപെടലുണ്ടാക്കും. ഈ ജനവിരുദ്ധ നയങ്ങളും ഈ പറയുന്ന ഫാസിസ്റ്റ് നയങ്ങളിൽ നിന്നും CPM പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ പറയുന്നത് ഒരു ബലികാറ മലയായി 2026 മാറും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ റിസൾട്ടുകളും സൂചിപ്പിക്കുന്നത്. അതായത് അവിടെ നമ്മൾ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥി അവിടെ അൺഫിറ്റ് ആയിരുന്നു, ഒരു തർക്കമില്ല. കാരണം ആളുകളത് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെക്കാളും ഒരു മേന്മ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വോട്ട് വരുമായിരുന്നു. പിന്നെ CPM ജയിച്ചെന്ന് എങ്ങനെ പറയാം? ടെക്നിക്കലി പറയാം. 39,600 വോട്ടിൽ നിന്ന് 12,000 ചില്ലാനം വോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര വോട്ടാണ് കുറവ് വരുന്നത്? 27,000 ചില്ലാനം വോട്ട് അവിടെ മൈനസാണ് CPM-ന്, LDF-ന്. അത് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയമല്ലേ? അതുപോലെ തന്നെ സരിനെ എന്തെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു? സരിന്റെ സ്ഥാനാർത്ഥിത്വം അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്. കാരണം അത് CPM-ന് തിരിച്ചടിയാകും. ചിഹ്നം കൊടുക്കാത്ത മത്സരം പാർട്ടി സഖാക്കളുടെ ഇടയിൽ ആവേശം കുറക്കും, അല്ലെങ്കിലേ തോറ്റു നിൽക്കുക. തന്നെയല്ല അവിടെ സംഭവിച്ചത്.
എന്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്? ഇത്ര വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ട് വലിയ പത്രങ്ങളിലൊക്കെ എന്താ പറയാ ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് പരസ്യം കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു? എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു? അതിൽ നിന്നൊക്കെ CPM ഇനിയും ഒരുപാട് പാഠങ്ങൾ പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. അന്ന് തുടങ്ങിയതാണ് പിണറായി ഈ എന്താ പറയാ ആന്റി മുസ്ലിം സ്റ്റേറ്റ്മെന്റ്. മലപ്പുറം ജില്ലയെ കുറിച്ച്, ഇവിടുത്തെ എന്താ പറയാ ക്രിമിനലിസത്തെ കുറിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക. ഹിന്ദു പത്രത്തിന് കൊടുക്കുന്നത്, പിന്നെ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് പറയുന്നത്, SDPI ജമാഅത്ത് ഇസ്ലാമിയെയും കടുത്ത രീതിയിൽ വിമർശിക്കുന്നത്, പറഞ്ഞ് പാണക്കാട് തങ്ങൾ പോലും വർഗീയവാദിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ വന്ന് പിണറായി പറഞ്ഞു നിർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് പരിപൂർണമായിട്ടും അകന്ന് ഇനി BJPയുമായിട്ടുള്ള ഒരു അന്തർധാരയുടെ അല്ലാതെ CPMന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഒരു കൃത്യമായ തിരിച്ചറിവിലാണ് അവർ നിൽക്കുന്നത്. അങ്ങോട്ടേക്കാണ് CPMനെ ഇപ്പോ എന്താ പറയാ പിണറായി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സോഫ്റ്റ് ഹിന്ദുത്വതയിലേക്ക് CPM ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ 24 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കടന്നിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലങ്ങളുടെ ഏറ്റവും അവസാനമാണ് തങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അത് വളരെ കൃത്യമല്ലേ? ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ അധീനതയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് ഒക്കെ റവന്യൂ മന്ത്രി രാജനടക്കം ഇവിടെ വന്ന് 2 ദിവസം ക്യാമ്പ് ചെയ്ത് എല്ലാ പണവും പിരിച്ചുപോയി. ഒരൊറ്റ പൈസ LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു പൈസ അവർ മുടക്കില്ല. അവസാനം തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം ബൂത്തിലേക്ക് എന്ന് പറഞ്ഞ് 3000 രൂപയാണ് CPI കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്. പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാനില്ല, അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കാനില്ല, അവരുടെ വാഹനത്തിന് പൈസ ഇല്ല, ബൂത്ത് കെട്ടാൻ പൈസ ഇല്ല. എന്നിട്ടും ഈ പറയുന്ന ഇടതുപക്ഷ CPM തന്നെയാണ് അന്ന് പരമാവധി അതെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് അന്ന് ചെയ്തത്. അപ്പം അതൊരു വലിയ പ്രയാസം LDFൽ അന്ന് ഉണ്ടാക്കിയിരുന്നു. ഞാനടക്കം അത് വിമർശിച്ചതാണ്. അപ്പൊ ഈ പ്രാവശ്യവും അതേ അവസ്ഥയാണ്. അതുകൊണ്ട് CPM നേതൃത്വത്തിലെ സജീവ പ്രവർത്തകര് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടില്ല, നമ്മളത് കണ്ടതാണ്. ആ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടിയുള്ള തിരിച്ചടിയാണ് സത്യത്തില് വയനാട്ടിൽ ഇത്ര വലിയ വോട്ടിലേക്ക് പെർസെന്റേജ് ഓഫ് വോട്ട് കുറഞ്ഞിട്ട് ഭൂരിപക്ഷം കാരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് UDF ഒന്നും കൂടി അമർത്തി പിടിച്ചിരുന്നെങ്കിൽ ഒരു 6 ലക്ഷത്തിന്റെ മേലേക്ക് ഭൂരിപക്ഷം കൊണ്ടുപോകാൻ സാധിക്കും. Zara Gold Diamonds and Platinum CPA Complex CPA Junction എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.